ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമ്മളില്ലേ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിക്കൂല ബട്ടർ നാൻ. അത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. കുറഞ്ഞ ചേരുവൊക്കെ മതി കേട്ടോ. നല്ല സോഫ്റ്റാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് ഇളം ചൂടുള്ള പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൊടുക്കാം കേട്ടോ. പാലാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. പാലിൻ്റെ ചൂട് കൂടി പോകരുത് കേട്ടോ. ഒരു ഇളം ചൂടുള്ള പാലായിരിക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാമോളം ബട്ടർ ഉണ്ടാകും. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത്ര ഇടുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയോളം, എന്താ പറയുക, ഒരു 1/4 ഭാഗത്തോളം മതി. ഇത്രയും ഇടുമ്പം നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ബട്ടർ നാനിന്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ചെയ്യാൻ നിൽക്കുകയൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇല്ലേ നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കാൻ എടുക്കുന്ന, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലേ കുഴപ്പമൊന്നുമില്ല. അത് ഇടുമ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 3/4 കപ്പിന് ഞാൻ 2 കപ്പ് മൈദ കേട്ടോ ഉണ്ടാക്കുന്നത്. 3/4 കപ്പ് പാലിൽ 2 കപ്പ് മൈദക്കാണ് എടുത്തത്. ഇനിയിപ്പോൾ ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കണം, ഞാനിപ്പോൾ ഉപ്പുള്ള ബട്ടർ കേട്ടോ നേരത്തെ ഇട്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ലോണം വലിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് ഉണ്ടാവാൻ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെയിം ബൗളിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മളെ മാവ് ഇതിലേക്ക് വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ബട്ടർ ഞാൻ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലില്ലേ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിനോടൊപ്പം ചിക്കൻ കറി, ബീഫ് ഒക്കെ പറ്റും. നല്ല കോമ്പിനേഷൻ ആട്ടോ എല്ലാ കറിയും. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം. രണ്ട് മണിക്കൂർ തന്നെ ഉണ്ട് എനിക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. വല്ലാണ്ട് തിന്നായിട്ട് അങ്ങ് പരത്തണ്ട കേട്ടോ. ചപ്പാത്തിനേക്കാൾ കുറച്ചും കൂടി തിക്നെസ് വേണം. അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിത് നമുക്ക് പുറത്ത് നല്ല കിട്ടുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി, ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാനിപ്പോൾ എടുത്തത്. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടിയും കട്ടിയുണ്ട്. വല്ലാണ്ട് അങ്ങ് തിന്നായി പോവരുത്, കട്ടി കൂടി പോവാനും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ കുക്കാവാണ്ട് കിട്ടും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇത് ഓരോന്ന് വെച്ച് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതാട്ടോ. എന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ മതി. വല്ലാണ്ട് അങ്ങ് തീ കുറയ്ക്കാൻ വേണ്ട, കൂട്ടാൻ വേണ്ട. ഇട്ട വാണ്ട് ഇതേപോലെ ഒന്ന് ബബിൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ.
ഇതാ കുറച്ച് ബട്ടറും കൂടി ഞാൻ ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കുന്നുണ്ട്. അന്നപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ബട്ടർ നാൻ. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ സെർവ് ചെയ്യുമ്പില്ലേ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ബട്ടർ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.